എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് മാസം 22-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്തു. അപ്പോൾ സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാമും അതുപോലെ തന്നെ റീവാലുവേഷൻ അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായി ശ്രദ്ധിക്കുക. നിരവധി വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം, ഇനി അപേക്ഷിക്കാൻ ബാക്കി നിൽക്കുന്നവരുണ്ടാകാം. റിസൾട്ട് എന്ന് വരും? പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി മെയ് മാസം 22-ന് പുറത്തുവിട്ടതാണ്. നിരവധി വിദ്യാർത്ഥികൾ ഫെയിലായി പോകുകയും അതുപോലെ തന്നെ മാർക്ക് കൂട്ടാൻ വേണ്ടി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്, റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം, ഇനി അപ്ലൈ ചെയ്യാൻ ബാക്കി നിൽക്കുന്നവരുണ്ടാകാം. ആദ്യം നമുക്ക് സേ ഓർ ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സേ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് 1 വിഷയം മുതൽ 6 വിഷയം വരെ നിങ്ങൾക്ക് എത്ര വിഷയം സപ്ലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് എത്ര വിഷയം ഇനി സപ്ലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സേ എക്സാം എഴുതാൻ സാധിക്കും. എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികൾക്ക് 1 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികൾക്ക് 1 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, സാർ എനിക്ക് സേ ഉണ്ട്, അപ്പോൾ 1 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങൾക്ക് എത്ര വിഷയം സേ ഉണ്ടെങ്കിലും ഏതെങ്കിലും 1 വിഷയം ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സപ്ലി ഉള്ള വിഷയങ്ങൾ സേ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് മാർക്ക് കൂട്ടേണ്ട ഏതെങ്കിലും 1 വിഷയം നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട്, 1 വിഷയത്തിന് 500 രൂപയാണ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടും രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മാർക്ക് കൂടും. നിലവിലുള്ളതിനെ കഴിഞ്ഞും 8 മാർക്കോ അതിന് മേലേക്കോ കൂടിയാലാണ് നിങ്ങൾ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്കുണ്ടോ, അതായത് ഇപ്പോൾ 80 മാർക്കിൻ്റെ എക്സാം എന്ന് വിചാരിച്ചോളൂ. 80 മാർക്കിൻ്റെ ഒരു എക്സാം, അതിന് നിങ്ങൾക്ക് 40 മാർക്കുണ്ട്. നിങ്ങൾക്ക് ബിഫോർ റീവാലുവേഷൻ, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾക്ക് 40 മാർക്കുണ്ട് എന്ന് വിചാരിച്ചുകൊള്ളുക. അങ്ങനെ 40 മാർക്കുള്ള വിഷയത്തിന് 48 അതിന് മേലേക്കോ മാർക്ക് കൂടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അടച്ച എമൗണ്ട് 48 അതിന് മേലേക്കോ കൂടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, 8 മാർക്ക് ആഫ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് ഇൻക്രീസിങ് 8 മാർക്സ് 8 മാർക്ക് എന്ത് ചെയ്യണം? റീവാലുവേഷൻ റിസൾട്ടിന് ശേഷം നിലവിലുള്ളതിനെ കഴിഞ്ഞും 8 മാർക്ക് എന്ത് ചെയ്യണം? കൂടണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. ഇനി 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. അതിൽ ഒരു തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന്, വിചാരിച്ച മാർക്ക് കിട്ടാത്ത റീവാലുവേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളും, പിന്നെ 1-2 മാർക്കിനൊക്കെ ഫെയിൽ ആയിപ്പോയ വിദ്യാർത്ഥികളും. 80 മാർക്കിൻ്റെ എക്സാമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 24 ജയിക്കാൻ വേണം. ഒരു 22 23 ഒക്കെ കിട്ടി 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ തോറ്റുപോയ വിദ്യാർത്ഥികളും റീവാലുവേഷന് കൊടുക്കണം. കാരണം 1 മാർക്കോ 2 മാർക്കോ ഇപ്പം നിങ്ങൾക്ക് സപ്ലി എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ 24 മാർക്ക് എഴുതിയെടുക്കണം. എന്നിട്ട് സപ്ലിക്ക് രജിസ്റ്റർ ചെയ്യേണ്ടെന്നല്ല, ഇപ്പം സപ്ലിക്കും റീവാലുവേഷനും നിങ്ങൾക്ക് ഒന്നിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണ് സേ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ, റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം സേക്ക് അപ്ലൈ ചെയ്താൽ മതി. കാരണം 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായി പോയെങ്കിൽ നമുക്ക് റീവാലുവേഷൻ്റെ റിസൾട്ടും കൂടെ നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. കാരണം ജയിക്കുവാണെങ്കിൽ നമുക്കത് സപ്ലി ഇല്ലാതെ കയറി പോകാൻ സാധിക്കും. ആദ്യമേ പോയി പഠിച്ച് പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ പോയി റീവാലുവേഷനും കൊടുക്കണം, സേക്കും കൊടുക്കണം. അതിന് കാരണം എന്ന് പറയുന്നത്, റീവാലുവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ട്രൈ മാത്രമാണ്. കൂടുകയോ ഇല്ലയോ ഉറപ്പൊന്നുമില്ല, ട്രൈ മാത്രമാണ്. കൂടിയാൽ കിട്ടി, പോയാൽ പോയെന്ന രീതിയിൽ. പക്ഷേ സേക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ട് വന്നു,
നിങ്ങൾക്ക് ഒരു മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായ വിഷയം ജയിക്കുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് യുവർ ലക്ക്. ഇനി അഥവാ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായ വിഷയം റീവാലുവേഷൻ കഴിഞ്ഞിട്ടും ജയിച്ചില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് സേ എക്സാം എഴുതാൻ പറ്റില്ല. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത വർഷം +2 മെയിൻ എക്സാം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, കാത്തിരിക്കണം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സേയ്ക്കും കൂടെ രജിസ്റ്റർ ചെയ്യുക എന്നത്. അപ്പോൾ ഇക്കാര്യങ്ങൾ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. സേ എക്സാമിൻ്റെ മോസ്റ്റ് പ്രോബബിൾ ഞാൻ സേ എക്സാം നടക്കുന്നത് ജൂൺ 23 മുതലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എക്സ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ജൂലൈ ഓഗസ്റ്റോട് കൂടി മാത്രമേ സേ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുള്ളൂ. റീവാലുവേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം 27 റീവാലുവേഷൻ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു ജൂൺ 20 മുമ്പ് തന്നെ നിങ്ങൾക്ക് റീവാലുവേഷൻ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ പുതിയ കാണുന്നത് ഫൗണ്ടർ ഓഫ് സ്കൈ ഫോർ ദ കരിയർ. ടൈം ഫോർ വാച്ചിങ്. ബൈ.